അവനെ കൊന്നുകളഞ്ഞാണ്. അല്ല, അവൻ ആത്മഹത്യ ചെയ്യൂല, ഒരിക്കലും അവന് ചെയ്യാൻ പറ്റൂല. അവൻ അങ്ങനെയുള്ളവനല്ല. അവനെ മൊത്തത്തില് പട്ടി പുഴുത്ത നാറി ഇങ്ങനെ പറഞ്ഞ് അധിക്ഷേപിക്കും. രണ്ടാമത് കറുപ്പാണ് എൻ്റെ മോൻ, കറുത്ത നിറം, കറുപ്പ് കളറ് പറഞ്ഞ് അധിക്ഷേപിക്കും. മൂന്നാമത് ഞാൻ കൂലിപ്പണിക്കാരനാണ്, അത് പറഞ്ഞ് അധിക്ഷേപിക്കും. നാലാമത് അവൻ എസ് കാരനാണ്, അത് പറഞ്ഞു ആക്ഷേപിക്കും. അങ്ങനെ മൊത്തത്തിൽ വിദ്യാർത്ഥിനികളെ മുമ്പേ അവനെ മൊത്തം ആക്ഷേപിക്കും. കുറേ പേര് വിളിച്ചിട്ട് നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. എടാ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടില്ലായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ്സും ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കുക, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കുക. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുവരുന്ന ഒരു ശബ്ദമാണ് മരിച്ചുപോയ നിതിൻ രാജ് എന്ന ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയുടേത്. മരിച്ചുപോയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു അധ്യാപകൻ മൂലം ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണ്. നമ്മൾ ഈ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇയാളെയൊക്കെ ആരാണ് ഒരു അധ്യാപകൻ എന്ന് പറയാ? എന്തൊരു മനുഷ്യനാണ് ഇയാള്. ഇന്നത്തെ കാലത്ത് പോട്ടെ, നമ്മുടെ കേരളത്തിലാണ് ഇത് സംഭവിച്ചതെന്ന് ഓർക്കുമ്പോ തന്നെ എന്താ പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. കേരളത്തിലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷൻ ആവണം കേസ്. എങ്ങനെയാണല്ലേ മക്കളെയൊക്കെ പഠിപ്പിക്കാൻ വിടുക? ഇയാളൊക്കെ ഒരു കുട്ടീന്റെ കളറ് അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികം അതൊക്കെ നോക്കിയിട്ടാണോ പഠിപ്പിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഇയാൾ ഈ പൊസിഷനിൽ ഇരിക്കാൻ യോഗ്യനല്ലാത്ത ഒരാളാണ്. എത്രയോ പ്രാവശ്യം ഡിസ്മിസൽ ഒക്കെ കിട്ടിയ ഒരാളാണ്. എന്നിട്ട് അയാൾക്ക് അതിന് ഭയമില്ലെങ്കിൽ ആ കോളേജ് അയാളെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ആ മോൻ മരിച്ചതിന് ശേഷമാണ് അവരുടെ ഫ്രണ്ട്സ് ഇങ്ങനെയുള്ള ഗുരുതര കാര്യങ്ങളൊക്കെ അയാളെ കുറിച്ച് പറയുന്നത്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ പേടിച്ചിട്ടാണ് ഇത്രയും നാൾ പറയാതിരുന്നത്. പക്ഷെ അവന്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട് കണ്ണടച്ച് ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ ഒരു സത്യം പുറത്ത് പറഞ്ഞില്ലെങ്കിൽ അവരോട് ചെയ്യുന്ന അവരുടെ മനസാക്ഷിനോട് കാണിക്കുന്ന ഒരു തെറ്റായിട്ട് എന്ത് വന്നാലും വേണ്ടില്ല എന്ന് കരുതിയിട്ടാണ് അവരെല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നത്. ഇതിനൊരു നടപടി എടുത്തുകൂടെ? നമ്മുടെ അധികാരികൾ ഇതൊക്കെ കാണുന്നില്ലേ? സത്യം പറഞ്ഞാൽ ഇയാളെ ഒന്ന് ഈ പൊസിഷനിൽ നിർത്തേണ്ട ആളെ അല്ല. എന്തായാലും ഇതിനൊക്കെ പറയണ്ടേ? നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയാണ് ഇപ്പൊ ഇത്.